ഷിരൂർ ദൗത്യത്തിൻ്റെ ഏകോപനത്തിൽ തുടക്കം മുതലുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് മഞ്ചേശ്വരം എം എൽ എ കൂടെ എ.കെ.എം. അഷ്റഫ്. നാളെ എ.കെ.എം. അഷ്റഫും അതോടൊപ്പം തന്നെ എം.കെ. രാഘവൻ എം.പിയും ചേർന്ന് കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണുന്നു. എങ്ങനെയാണ് നാളത്തെ കൂടിക്കാഴ്ചയെ പറ്റിയുള്ള വിശദാംശങ്ങൾ? നമ്മളിപ്പോൾ എത്രയോ ദിവസങ്ങളായി അർജുനന് വേണ്ടി കാത്തുനിന്ന ആളുകളാണ്. അവസാനം മംഗള വൈദ്യ അവിടുത്തെ ഫിഷറീസ് മിനിസ്റ്റർ ഇൻചാർജുള്ള ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഭാരത് ബെൻസ് ലോറി അർജുനൻ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ അവസാനം എത്തിയത്. അന്ന് അവിടെ ആ കമ്പനിയുടെ ആളുകൾ, ഗോവയിലെ കമ്പനിയുടെ ആളുകൾ, ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളാണ്, 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം നൽകിയാൽ 7 ദിവസത്തിനകം ഡ്രഡ്ജിങ് മെഷീൻ എത്തിച്ച് നമുക്കിത് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ അന്ന് ആ തെരച്ചിൽ പകുതിയിൽ അവസാനിപ്പിച്ച് മടങ്ങിയത്. വീണ്ടും നമുക്കറിയാൻ കഴിഞ്ഞു 1 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിന് നൽകാൻ കഴിയില്ല, സർക്കാരിന് വിട്ടിട്ടുണ്ട് എന്നാണ് അവിടുത്തെ DC പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം.കെ. രാഘവൻ MP, അർജുൻ്റെ ലോക്സഭാ മണ്ഡലത്തിലെ അദ്ദേഹം MP ആണ്, നിരന്തരമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക ഡെപ്യൂട്ടി CM, കർണാടക മുഖ്യമന്ത്രി നാളെ 6 മണിക്ക് കാർവാർ MLA-യും ഞങ്ങളെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അവിടത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അർജുൻ്റെ ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും നാളെ ഈ 1 കോടി രൂപ സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് കേരളം കാത്തിരുന്ന അർജുനെ കണ്ടെത്താനുള്ള ഈ തെരച്ചിൽ ഡ്രഡ്ജിങ് മിഷൻ എത്തിക്കാനുള്ള ഒരു ശ്രമം എന്തായാലും നാളത്തെ യോഗത്തോടു കൂടി ഒരു ഉറച്ച തീരുമാനമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉറപ്പ് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 100% അത് നമുക്ക് നടത്തിയേ തീരൂ. നമ്മളെല്ലാവരും ശ്രമിച്ചൊരു കാര്യമാണ്. പകുതിയിൽ ഒരു സാമ്പത്തിക പ്രയാസത്തിൻ്റെ പേരിൽ കർണാടക സർക്കാർ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ ബദൽ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇപ്പം തന്നെ 1-2 വ്യക്തികളൊക്കെ MLA എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികം ഞങ്ങൾ സ്പോൺസർ ചെയ്യാം, ഞങ്ങൾ ഇടപെടാമെന്നൊക്കെ മാനുഷിക പരിഗണനയോട് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്തായാലും നാളത്തെ മീറ്റിങ്ങോടുകൂടി ഈ ഡ്രഡ്ജിങ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമുണ്ടാകും. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ ഗംഗോത്രി പാലത്തിന് ഉയരക്കുറവടക്കം വലിയ പ്രശ്നങ്ങളാവും എന്നുള്ളൊരു റിപ്പോർട്ടുകളുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ടോ? അത് ഓൾറെഡി ഞങ്ങൾ നടന്ന മീറ്റിങ്ങിൽ വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗംഗാവലി ബ്രിഡ്ജും കൊങ്കൺ റെയിൽവേയുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആകെ തടസ്സം വന്നത് 50 ലക്ഷം 1 കോടിയിലേക്ക് ഉയർന്നതാണ്. അത് നാളത്തെ മീറ്റിങ്ങോടുകൂടി പരിഹരിച്ചാൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഡ്രഡ്ജിങ് മിഷൻ എത്തിക്കാൻ കഴിയും. നമ്മൾ ഇതുവരെ കാത്തിരുന്ന ആ ഭാരത് ബെൻസും അർജുനും കണ്ടെത്താൻ കഴിയും. അർജുൻ്റെ ബന്ധുക്കൾ നാളത്തെ കൂടിക്കാഴ്ചയിലുണ്ടാവും. തീർച്ചയായും അവർ കൂടെ ബാംഗ്ലൂരിലേക്ക് നാളെ രാവിലെ എത്തും. ഞാൻ ഇന്ന് രാത്രിയോടുകൂടി ബാംഗ്ലൂർ എത്തുന്നുണ്ട്. നാളത്തെ മീറ്റിംഗ് നിർണായകമായ ഒരു മീറ്റിംഗ് ആണ്. ഇതിലൊരു തീരുമാനമുണ്ടാകും. അതായത് ഒരാഴ്ചയ്ക്കകം തന്നെ ഈ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജിങ് മിഷൻ കൊണ്ടുവരാനുള്ള ദിവസങ്ങളുടെ ദൈർഘ്യമല്ലാതെ വേറൊരു തടസ്സം വരാത്ത രീതിയിൽ വിശദമായി കർണാടക CM-നോട് സംസാരിച്ച് ഇതിലൊരു പരിഹാരം കാണും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും. അത് ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം തന്നെ ഈ ദൗത്യത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എ.കെ.എം. അഷ്റഫ് നമ്മോട് പറയുന്നത്. ഏതായാലും ആ ഒരു ദൗത്യത്തിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മനിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ A.K. അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.